എല്ലാവരും എനിക്ക് വളരെയധികം സന്തോഷം അത് പറഞ്ഞു. ഇല്ല, എനിക്ക് ഓർമ്മയില്ല, സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. 2000 അപ്പം ഞാൻ ജനിച്ചിട്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം എല്ലാവരും നാളെ തിയേറ്ററിൽ പോയി കാണും. ആദ്യത്തെ പ്രാവശ്യം വലിയായിട്ട് കാണും. ഞാൻ ടി വിയിൽ ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുന്നു. പക്ഷേ എനിക്ക് പുതിയ മൂവിയായിട്ടാണ് തോന്നുന്നത്. ടു ബി വെരി ഫ്രാങ്ക്, ഫ്രഷ് മൂവി നല്ല. അതല്ലേ ഞാൻ പറഞ്ഞ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണും, ഫസ്റ്റ് ടൈം. പണ്ട് കണ്ടതാണ്. പണ്ട് കണ്ടതാ. ഇപ്പൊ കാണുമ്പോ എന്താ വ്യത്യാസം? അതേ ഫീല് തന്നെ ഉണ്ട്. മമ്മൂട്ടി അതേപോലെ തന്നെ തോന്നുന്നു. പണ്ട് കണ്ടിട്ടുണ്ടായിരുന്നോ? പണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കാട്ടും അടിപൊളിയായിരുന്നു. ഇപ്പം ഇഷ്ടപ്പെട്ടു. എങ്ങനെ ഉണ്ടായിരുന്നു ക്വാളിറ്റി ഒക്കെ? അടിപൊളിയായിരുന്നു, ഇഷ്ടപ്പെട്ടു. എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. നല്ലതായിരുന്നു. ഭയങ്കര കുറച്ച് നാളത്തുള്ള നൊസ്റ്റാൾജിയ വീണ്ടും റീവാമ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നല്ല നല്ല സിനിമകൾ തിയേറ്ററിൽ വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ഒരു എന്താ പറയുക, കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ഈ മണിച്ചേട്ടനൊക്കെ വീണ്ടും സ്ക്രീനിൽ കാണുമ്പോൾ എന്താ? നല്ല ഓർമ്മകളായിട്ടോ. മീൻസ് ഇപ്പം ഇല്ലാത്തതിൻ്റെ ആ ഒരു കുറവെല്ലാം അറിയാനുണ്ട്. അതൊരു ഭയങ്കര കുറവാണ് സത്യമായിട്ട്. നല്ല വിശ്വാസമാണ്. സൗണ്ട് ക്വാളിറ്റി ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കാണണം. നല്ല പടം, നല്ല രസമുണ്ട്, അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ടോ? പണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ എന്ത് പറയാനാ, പണ്ട് കണ്ടതല്ലേ. 24 കൊല്ലം മുമ്പ് കണ്ടൊരു സിനിമ വീണ്ടും കാണുന്നു. എത്രയോ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് മറ്റ് സ്ക്രീനിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുതിയ വന്ന വ്യത്യാസങ്ങൾ അതാണ്. സൗണ്ട് ആൻഡ് വലിയ ഇപ്പോഴത്തെ തരം തിയേറ്ററുകളിൽ കാണുന്നതിൻ്റെ ആ ഒരു എന്താണ് അതിൻ്റെ ഒരു സുഖം എന്ന് തന്നെ പറയാം. ആഫ്റ്റർ 24 years കാണാൻ പറ്റി. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതൊരു കൂടെ ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിട്ട്. ഇഷ്ടമായി? ഞാൻ ബേസിക്കലി ചെന്നൈയാണ്, കല്യാണം കഴിച്ചത് ഇവിടെ. അതുകൊണ്ട് ചേട്ടൻ ഭയങ്കര ഫസ്റ്റ് ടൈമാണ്. എങ്ങനെയുണ്ട് 4K കാണുമ്പോൾ? നല്ല പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. കാരണം കൈരളിയിൽ എനിക്ക് വന്നൊരു 10-200 തവണയെങ്കിലും ഇരുന്ന് കണ്ടിട്ടുണ്ട് പടം. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് തിയേറ്ററിൽ വന്നത്. പക്ഷേ ഫസ്റ്റ് ടൈം നമ്മൾ തിയേറ്റർ റിലീസിങ് ഡേറ്റിൽ നമ്മൾ പോയി കാണുന്ന ഒരു എക്സ്പീരിയൻസ്, ആ ഒരു രോമാഞ്ചിഫിക്കേഷനാണ് പടം കണ്ടപ്പോൾ കിട്ടിയത്. മമ്മൂക്കയുടെ മാസ് സീനൊക്കെ ഉറപ്പായിട്ട് കൈയടിച്ചു. കാരണം ഇത്ര തവണ കണ്ടിട്ട് ഒരു സീൻ വരുമ്പോഴത്തേക്ക് അറക്കൽ മാധവനുണ്ണീന്ന് കേൾക്കുമ്പോൾ തന്നെ രോമാഞ്ചിഫിക്കേഷൻ, കൂടെ അഭിനയിച്ചേക്കുന്നവരും. പിന്നെ നമ്മൾ വിട്ടുപിരിഞ്ഞല്ലേ കലാഭവൻ ആ സീനൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടൊരു ഫീൽ. നമ്മുടെ കൂടെ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇന്നസെൻറ്റ്, അതുപോലെ NS വർഗീസ്, ഒരുപാട് പേര്, സുകുമാരിയമ്മ. അപ്പോൾ ഇവരെല്ലാവരും കാണുക. അതുപോലെ ഇന്നസെൻ്റ് പെർഫോമൻസ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ മണിയുടെ പെർഫോമൻസ് ഒക്കെ വെച്ചാൽ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അതൊരു വലിയൊരു ഓർമ്മയാണത്. തിയേറ്റർ വാച്ചുകളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്ര തവണ കണ്ടില്ല, നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതിൻ്റെ ഡോൾബി അറ്റ്മോസ് 4K സൗണ്ട് ക്വാളിറ്റി ആണെങ്കിലും അതിൻ്റെ 4K മികവാണെങ്കിലും എടുത്തു പറയേണ്ടതാണ്. പടം നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്.